കർത്താവായ യേശുമിശിഹായിൽ സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമ്മൾ ചാനലൊക്കെ ചെയ്തിട്ട് കുറേ നാളായി. ഫോണിന് പ്രശ്നമാണ്, ഇതൊക്കെ തടസ്സങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇന്ന് നമുക്ക് ഒരു വീഡിയോ ഇടാമെന്ന് ഞാൻ വിചാരിച്ചു. നിങ്ങളൊക്കെ സുഖമായിരിക്കുന്നല്ലോ? എല്ലാവരും രാവിലെ പള്ളിയിലെല്ലാം പോയി വന്ന് കാപ്പിയെല്ലാം കുടിച്ചിരിക്കുകയാണല്ലേ? സന്തോഷമാണല്ലോ, ഇന്ന് അവധി ദിവസമാണല്ലോ, എല്ലാവരും വീട്ടിലൊക്കെയാണല്ലേ? അപ്പം എന്താ പറയണ്ടേ, സുഖമാണല്ലോ എല്ലാവർക്കും അല്ലേ? നമ്മുടെ ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു മുന്നോട്ട്? സുവിശേഷം, പ്രാർത്ഥന, ദൈവചൈതന്യം, ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടല്ലോ അല്ലേ? വഴിതെറ്റി പോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണേ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത ആരും മറന്നു കളയരുത്. പിന്നെ ഏതവസ്ഥയിലും കർത്താവിനെ മുറുകെ പിടിച്ചോളുക. കർത്താവിൽ നിന്ന് ചിലപ്പോൾ ഒന്നും നമുക്ക് കിട്ടിയെന്ന് വരില്ല, എങ്കിലും അവിടെ നിന്ന് മുറുകെ പിടിച്ചോളുക. സാത്താനി പലറി വിളിച്ച് നടക്കുന്ന സമയമാണ്. അവനിപ്പം വീഴും, അധികം താമസിക്കാതെ അവൻ വീഴും. അത് അവനറിയാം നന്നായി. അപ്പം അവൻ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ അവൻ അകപ്പെടും, അവൻ എന്തായാലും അകപ്പെടും. അപ്പം നമ്മൾ ഈ കഷ്ടതകളും ദുരിതങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ ദൈവത്തെ തള്ളിപ്പറയുകയോ അവനെ കുറ്റപ്പെടുത്തുകയോ എതിരായി സംസാരിക്കുകയോ ഒന്നും ചെയ്യരുത്. കാരണം ഇപ്പോൾ ദൈവം നമ്മൾ ദൈവം പ്രവർത്തിക്കാൻ നമ്മൾ ചോദിച്ചാലെല്ലാം ഇപ്പോൾ മറുപടി തന്നെന്ന് വരികയില്ല. കാരണം അതിൻ്റെതായ പ്രത്യേകതകൾ ഉണ്ട്. നമ്മൾ വേണ്ടതുപോലെ കരുതി മുന്നോട്ട് പോകാനുള്ള ഒരു സമയമാണിത്. അത് ഏതൊരവസ്ഥയായാൽ പോലും ചിലപ്പോൾ ഒന്നും വിളിച്ച കേൾക്കാത്തയും ഒന്നും തരാത്തൊരവസ്ഥയൊക്കെ ആയിപ്പോൾ. അപ്പോൾ അതിലിരട്ടിയായിട്ട് സാത്താൻ പ്രവർത്തിക്കുന്ന സമയവും അതിൻ്റെ ഇരട്ടിയായിട്ട് സാത്താൻ പ്രവർത്തിക്കും. സാത്താനിപ്പം അത് ശരിക്കും മുതലെടുത്തുകൊണ്ടിരിക്കുക. തമ്പുരാൻ തന്നില്ലെങ്കിൽ എന്താ, ഞാൻ തരുമല്ലോ, ഞാൻ ഇഷ്ടം പോലെ എല്ലാവരും. ഈ നമുക്ക് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയാമോ സഹോദരൻ? നിങ്ങളത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴത്തെ നമ്മൾ മനുഷ്യർക്ക് നിലനിന്ന് പോകണമെങ്കിൽ അത്യാവശ്യ ഘട്ടങ്ങളായിട്ട് വേണ്ടത് എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? പണം ഇല്ലാതെ ഒരാൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. അത് നല്ല ഹൈ ലെവലിൽ ജീവിക്കാൻ പറ്റുമെങ്കിൽ അത് ഏറ്റവും നല്ലത്. അത് എത്രത്തോളം ഉണ്ടെങ്കിലും അത് എത്രത്തോളം മുന്നോട്ട് ഓടാനാണ് എല്ലാവർക്കും ഇഷ്ടം. അത് കിട്ടുന്നത്രയും നമ്മൾ വാരി പിടിക്കാൻ ഓടും. അവിടെയിട്ടാണ് ചെകുത്താൻ നമ്മളെ പിടിക്കുന്നത്. സാത്താൻ്റെ തന്ത്രം അത് തന്നെയാണ്. ഈ മനുഷ്യരെ ദൈവമക്കളെ വീഴിക്കാൻ ഇവൻ ഏറ്റവും എളുപ്പവഴി കണ്ടുപിടിച്ചിരിക്കുന്ന ഇതാ. അപ്പം ബുദ്ധിമുട്ടും ദാരിദ്ര്യമൊക്കെ വരുമ്പോൾ നമ്മൾ ഇതന്നെ ഇങ്ങനെ ദൈവത്തെ എത്ര വിളിച്ചാലും ദൈവം കേൾക്കുന്നില്ലല്ലോ, പിന്നെ പ്രാർത്ഥന ദൈവമൊന്നും ഇല്ലേ എന്നൊക്കെ വിളിച്ച് നമ്മൾ സ്വയമേ കർത്താവിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടു പിന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയിക്കൊണ്ടു പ്രാർത്ഥനയിലും പള്ളിപ്പോക്കോ പ്രാർത്ഥനയോ അത് കുർബാനയോ ഇതെല്ലാം കഴിയുന്നത്ര നമ്മൾ മുടക്കി എത്ര നാളും പോയിട്ട് എന്തുണ്ടായി? ഇതൊക്കെയല്ലേ നമ്മൾ അനുഭവിച്ചത്. ഇനിയിപ്പോൾ പോയിട്ട് ഇപ്പം എന്തുണ്ടാകാനാ, എന്തോ കിട്ടാനാ? ഈ മാതിരിയുള്ള ചോദ്യങ്ങൾ സ്വാഭാവികമായിട്ട് സഹജമായ ചോദ്യങ്ങൾ ഉണ്ടാകും. കാരണം മനുഷ്യന് മടുപ്പിച്ച് കളയുന്ന അവസ്ഥകളാണ് ഇപ്പോൾ വരുന്നത്. നമ്മളങ്ങ് മടുത്തു പോവും. നമ്മൾ തീരെ താല്പര്യമില്ലാത്തവിടെ മുന്നോട്ട് പോകാനോ വേണ്ടിയോ എന്നുള്ളൊരു അവസ്ഥയിലേക്ക് മനുഷ്യന്മാർ കടന്നു പോകും. ആ ഒരു കാലഘട്ടത്തിലൊക്കെ കടന്നു പോകേണ്ട ഒരു അവസ്ഥകൾ എപ്പോഴും നമ്മൾ ദൈവം പ്രവർത്തിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ ആ ഭാഗം ചിന്തിക്കുക പോലും വേണ്ട. എന്ത് വന്നാലും എനിക്കെൻ്റെ കർത്താവാണ് വലിയവൻ, അവനിലൂടെ അല്ലാണ്ട് മറ്റെനിക്കൊന്നും വേണ്ട എന്ന് നമ്മൾ സ്വയമേ മനസ്സിനെ കടുപ്പിച്ച് പിടിച്ചുകൊള്ളുക. എത്രത്തോളം കർത്താവ് ചേർന്ന് നിൽക്കുക അത്രത്തോളം ചേർന്ന് നിൽക്കുക. ഒന്നും ഇങ്ങോട്ട് കിട്ടണ്ട, വേണ്ട, നമുക്കൊന്നും വേണ്ട, ഒന്നും കർത്താവ് തരണ്ട. എങ്കിലും എനിക്ക് എൻ്റെ കർത്താവാണ് വലിയവനെന്ന് അറിയാമല്ലോ. നിങ്ങൾക്കറിയാമല്ലോ ആ ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം ഒന്ന് ഓർത്ത് നോക്കിയേ. അതിൽ ആ 3 യുവാക്കര്, അവരുടെ പേരൊക്കെ ഇപ്പോൾ ഞാൻ അത്ര മനപ്പാടാക്കി വെച്ചിട്ടില്ല. ആ 3 യുവാക്കർ അത് തീരെ അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നില്ലേ, കർത്താവ് ഞങ്ങളെ രക്ഷിച്ചില്ലെങ്കിലും വേണ്ട, ഞങ്ങൾ കർത്താവിൽ നിന്ന് ഒരു നിമിഷം അകന്ന് നിൽക്കുകയില്ല. ഞങ്ങൾ രക്ഷിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഞങ്ങൾ തള്ളിക്കളഞ്ഞാലും വേണ്ടില്ല, എന്നാലും കർത്താവിനെതിരായിട്ട് ഞങ്ങളൊരു വാക്ക് പോലും പറയില്ല. ആ കൂടി നിന്ന് അത്രേ ആയിരം ജനങ്ങളുടെ ഇടയിൽ ആ 3 യുവാക്കൾ മാത്രമാണ് രക്ഷ പ്രാപിച്ചവർ. അതുപോലെ നമ്മൾ ഉറച്ചു നിൽക്കണം. മനസ്സിലായില്ലേ? പിന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു നേരത്തെ ആഹാരമോ അല്ലെ കുറച്ച് പണമോ അല്ലെ ജീവിത സൗകര്യങ്ങളോ അല്ല നമുക്ക് നേട്ടം. അതൊക്കെ ഇവൻ ഇഷ്ടം പോലെ വാരിക്കോരി തരും. പക്ഷെ ഇവൻ തന്നു കഴിഞ്ഞാൽ നമ്മൾ ഇവന് അടിമയായി. പിന്നെ ഇവൻ്റെ ഇഷ്ടത്തിനായിരിക്കും. പിന്നെ കർത്താവ് പ്രവർത്തിക്കണം എന്ന് പറഞ്ഞാൽ പ്രവർത്തിക്കുകയല്ല കേട്ടോ. അതൊക്കെ നമ്മുടെ കണ്ണിന് കാണാൻ പറ്റുന്നില്ലെങ്കിൽ അതാണ് സത്യം. അദൃശ്യനായിട്ട് പലരും നമ്മുടെ പുറകെ കൂടിയിട്ടുണ്ട്. പലരും അവരുടെയൊക്കെ ഇടയിൽ നിന്ന് നമ്മളെ രക്ഷിക്കാൻ ഒരേ ഒരു കർത്താവ് മാത്രമേ ഉള്ളൂ, ഒരേ ഒരു കർത്താവ്. അപ്പം നമ്മൾ കർത്താവിനോട് ചേർന്ന് നിൽക്കണം. നിങ്ങൾ ആരും മറന്നു പോകരുത്. മറന്നു പോകാതെ ദൈവത്തിലേക്ക് ഒട്ടിച്ചേർന്ന് നിൽക്കുക. ഞങ്ങൾക്ക് ഒന്നും തരണ്ട, ഞങ്ങൾ പട്ടിണിയും പഞ്ഞോ, ഞങ്ങൾക്കിപ്പോൾ ഇന്ന് കഴിക്കാൻ ഇറച്ചിയോ മീനോ അല്ലെങ്കിൽ പിന്നെ നല്ല വിലപിടിപ്പുള്ള ഭക്ഷണ സാധനങ്ങളോ ഒന്നും ഇല്ല എങ്കിൽ നമ്മൾ ആരും കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, ദൈവത്തെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്. ഞങ്ങൾക്കിത് വേണ്ട, ഞങ്ങൾക്ക് ഇച്ചിരി ചമ്മന്തി വെച്ചിട്ട് കഞ്ഞിയോ അല്ലെങ്കിൽ അതും ഇല്ലെങ്കിൽ വേണ്ടില്ല, പച്ചവെള്ളങ്ങളും കുടിക്കാൻ കിട്ടുമല്ലോ, അത് മതി. സമ്പത്തിന് പുറകെ ഞങ്ങൾ ഓടി തമ്പുരാനെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുകയില്ലെന്ന് പ്രതിജ്ഞ എടുക്കണം.
ആ കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞു പോയി. പക്ഷെ നമ്മൾ ആ അങ്ങനൊക്കെ ചിന്തിക്കേണ്ട കാലഘട്ടങ്ങൾ കഴിഞ്ഞു പോയി. കാരണം ഇതൊക്കെ കുറേ നാളുകൾ മുമ്പേ നമ്മൾ ചിന്തിക്കേണ്ടായിരുന്നു. ഇപ്പോഴത്തെ കാലഘട്ടം നിങ്ങളൊന്ന് പ്രത്യേകിച്ച് ഒന്ന് വിലയിരുത്തി നോക്കിക്കേ. നമ്മുടെ പണ്ടത്തെ ജീവിതവും ഇപ്പോഴത്തെ ജീവിതമൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് വിലയിരുത്തി നോക്കിക്കേ. ഒത്തിരി മാറ്റങ്ങളുണ്ടോ, ഒത്തിരി മാറ്റങ്ങൾ. അപ്പം അന്നേരം നമ്മൾ ഇതൊക്കെ ഒന്ന് മുറുകെ പിടിക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ വീണു പോകാൻ പാടില്ലായിരുന്നു. നമ്മളിപ്പോൾ അവൻ്റെ ഭക്ഷണവും കഴിച്ച് അവൻ തരുന്ന സുഖസൗകര്യങ്ങളും ജീവിച്ച് കർത്താവേ കർത്താവേ എന്ന് വിളിക്കുമ്പോൾ കർത്താവ് എവിടെ പ്രവർത്തിക്കാനാ? എവിടെയാണ് കർത്താവ് പ്രവർത്തിക്കേണ്ടത്? നിങ്ങൾ ആരുടെയാണ് കഴിക്കുന്നത്? നിങ്ങൾ ആരുടെയാണ് ഉടുത്തിറങ്ങി നടക്കുന്നത്? ആരുടെ വണ്ടിയിലാണ് നിങ്ങൾ ഓടുന്നത്? ആരുടെ പണമാണ് നിങ്ങൾ കൈകാര്യം ചെയ്യുന്നത്? കർത്താവ് ചോദിച്ചാൽ നമുക്ക്, കർത്താവ് നീതിവാനായതുകൊണ്ട് കർത്താവ് നീതിയുടെ പക്ഷത്തല്ലാണ്ട് കർത്താവ് നിൽക്കുകയല്ലോ. നീ സാധാരണ മേടിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് പോവുക. ശത്രുവിൻ്റെ ആണ് നീ ഭക്ഷിക്കുന്നെങ്കിൽ നീ അവൻ്റെ അടുത്ത് അവൻ പറഞ്ഞ് കേൾക്കുക. അതിൻ്റെ കടം തീരുന്ന പേര് നമ്മൾ അവർക്ക് വിൽക്കപ്പെട്ടു. നമ്മൾ പ്രതിഫലം കൊടാതെ നമ്മൾ വിൽക്കപ്പെട്ടു അവന്. പിന്നെ അവൻ്റെ അടുത്ത് വേണം സാത്താൻ നമ്മളെ, ദൈവത്തിന് നമ്മളെ വീണ്ടെടുക്കാൻ, സാത്താൻ്റെ അടുത്ത് നിന്ന്. അപ്പോൾ എന്ത് ചെയ്യണം? അവൻ്റെ ഒന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ നമ്മൾ തന്നെ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. അവൻ്റെ മുതലൊന്നും നമ്മുടെ കയ്യിൽ ഇല്ലാതെ വരുമ്പോൾ നമ്മൾ ദാരിദ്ര്യത്തിൽ കൂപ്പുകുത്തും. അപ്പോൾ നമ്മൾ പിന്നെയും തുടങ്ങും ഈ ചറപറ പറച്ചിൽ. പിന്നെ അവൻ വെച്ച് നീട്ടുന്നത് നമ്മൾ മേടിക്കും. അവൻ വെച്ച് നീട്ടത് മേടിക്കൂ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് കുമ്പും കുഴലൊക്കെ വെച്ച് വരുന്ന പിശാച് പണം പിടിച്ചോ എന്നും പറഞ്ഞല്ല നമ്മുടെ നേരെ വരുന്നത്. നിങ്ങൾ അത് കാണുമ്പോഴേ നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുകയുള്ളൂ. അല്ലെ അത് കാണുമ്പോഴേ നമ്മൾ പിന്തിരിഞ്ഞ് ഓടുകയുള്ളൂ. അവൻ്റെ ഒന്നും നമ്മൾ മേടിക്കാതിരിക്കുകയുള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കരുത്. വരുന്നത് അങ്ങനെയല്ല. അവൻ സുന്ദരനുമാ സുമകനുമാ. സാധാരണ പിന്നെ നമ്മളെ കർത്താവിനെ കാണുന്ന പോലെയുള്ള വേഷം മാറി അവൻ വരും. നമ്മൾ ചിലപ്പോൾ അവനാണ് കർത്താവ് നമ്മൾ ചിന്തിച്ചു പോകും. ആ ഒരു അവസ്ഥയിലൊക്കെയാണ് അവൻ വരുന്നത്. നമുക്ക് ചിലപ്പോൾ അവനെയും കർത്താവിനെ തിരിച്ചറിയാൻ മേലാത്ത രീതിയിൽ അവൻ രൂപമാറ്റം നടത്തും. അവിടെ മനുഷ്യർ വീണു പോകുന്നത്. മനുഷ്യരെ കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമുക്ക് തിരിച്ചറിവില്ലല്ലോ, സുബോധമില്ലല്ലോ. വെളിപാട് പുസ്തകത്തെ വായിക്കുക. ഇവിടെയാണ് നിങ്ങളുടെ ജ്ഞാനം തിരിച്ചറിയേണ്ടത്. അറിവ് നിങ്ങൾക്ക് ഇവിടെയാണ് ഉണ്ടാകേണ്ടത്. ബുദ്ധിയുള്ളവൻ ഗ്രഹിക്കട്ടെ എന്ന്. അപ്പം നമ്മൾക്ക് ഈ വചനത്തിലെല്ലാം തമ്പുരാൻ തന്നിട്ടുണ്ട്. നമ്മളത് അറിഞ്ഞു വേണം ഓരോരോ ചുവടുകൾ മുന്നോട്ട് വെക്കാൻ. വലിയ 2 നില വീട് വേണമെന്നോ, അല്ലെ വണ്ടി വേണമെന്നോ, പണം വേണമെന്നോ, അല്ലെങ്കിൽ പട്ടുവസ്ത്രം വേണമെന്നോ, അല്ലെങ്കിൽ നമുക്ക് ഹൈ ലെവലുള്ള ഭക്ഷണങ്ങൾ കഴിക്കണമെന്നോ എന്നൊന്നും നമ്മൾ ചിന്തിച്ച് നമ്മൾ അവൻ്റെ പുറകെ ഓടിക്കളയരുതെന്നല്ല, ഓടിക്കളഞ്ഞു. അവൻ്റെ ചെലവിലാണ് ഇപ്പോൾ കഴിയുന്നത്. ഓടിക്കളഞ്ഞു. എല്ലാവരും ഇപ്പോൾ അവൻ്റെ പിടിയില്ല. എത്ര വിരലിൽ എണ്ണാവുന്നവർ പോലും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകം കണ്ടിട്ടും ഈ മനുഷ്യരുടെ ഓട്ടം കണ്ടിട്ടും അങ്ങനെ തന്നെ ഭയം തോന്നുന്നു. എനിക്കിപ്പോൾ നമ്മൾ കർത്താവ് വലിയ സമ്പന്നല്ലേ, ലോകം മുഴുവൻ അവിടുത്തെ അല്ലേ, അവിടുത്തെ സൃഷ്ടിയല്ലേ. എന്നിട്ടും കർത്താവ് കാലിത്തൊഴുത്തിൽ പിറന്നവൻ്റെ അവസ്ഥ പിറന്നത് എന്തിനു വേണ്ടതെന്ന് ഇപ്പോൾ നമുക്ക് മനസ്സിലായോ? കർത്താവ് ആർക്കും കടക്കാരനല്ല. കർത്താവ് ആരെയും കടം പറ്റിയിട്ടില്ല. കർത്താവിനെ ചോദ്യം ചെയ്യാനോ വിധിക്കാനോ ആർക്കും പറ്റില്ല. കാരണം എന്താണെന്നറിയാവോ? അവൻ ദരിദ്രത്തിലും ദരിദ്രനായിട്ടാണ് ജീവിച്ചത്. ദരിദ്രനായിട്ട്. എന്താണെന്നറിയാവോ? ഈ ഭൂമിയിൽ മറ്റവൻ്റെ സമ്പത്തൊന്നും കർത്താവ് അവനോട് മേടിച്ചിട്ടില്ല. ഉണ്ണാതെ കൊടുക്കാതെയും വിശന്നും ദാഹിച്ചും ശിഷ്യന്മാരൊക്കെ നിൽക്കതിരൊക്കെ പറിച്ച് കയ്യിൽ തിരുമ്പി. അവർക്കെന്താ കയ്യിൽ പൈസ ഉണ്ടായിരുന്നെങ്കിൽ ഭക്ഷണ സാധനങ്ങളൊക്കെ മേടിച്ച് കയ്യിൽ പിടിക്കാൻ പാടില്ലായിരുന്നോ? 3 തരം ഭക്ഷണങ്ങളൊക്കെ അവർക്ക് കിട്ടില്ലായിരുന്നോ? പക്ഷെ എല്ലാം ഉപേക്ഷിച്ച് ദാരിദ്ര്യത്തിലും പഞ്ഞത്തിലും പട്ടിണിയിലും എനിക്ക് മറ്റുള്ളവൻ്റെ സമ്പത്തിൽ വളരണ്ട, അവൻ്റെത് വാങ്ങി തിന്നിട്ട് അവൻ്റെ അടിമയാവണ്ട. അവനെ നമ്മൾ കർത്താവ് ആർക്കും കടക്കാരനാകത്തിൻ്റെ കാരണം അതാ. കർത്താവ് ആരുടെയും കടക്കാരനായിരുന്നില്ല. അവനെ പിലാത്തോസിൻ്റെ മുമ്പിൽ വെച്ച് വിധിച്ചപ്പോൾ അവൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്: നിങ്ങൾക്കാർക്ക് എന്നിൽ കുറ്റമാരോപിക്കാൻ കഴിയും? വാക്കാൽ, പ്രവൃത്തിയാൽ, ചിന്തയിൽ, നോട്ടത്തിൽ, പാപത്തിൽ, ഏതെങ്കിലും ഒരു അവസ്ഥയിൽ കർത്താവിനെ കുറ്റം വിധിക്കാൻ ആർക്കും സാധിച്ചില്ല. പക്ഷെ നമ്മുടെ കുറ്റം അവനേറ്റപ്പോഴാണ് അവന് വിധിക്കപ്പെട്ടത്. നമ്മുടെ കുറ്റം അവനേറ്റപ്പോൾ എത്ര ഭയാനകമായിരുന്നു നമ്മുടെ കുറ്റം. നമ്മുടെ ഓട്ടം ആരുടെ പുറകെ ആയിരുന്നു? കർത്താവിൻ്റെ പുറകെ ആയിരുന്നു. നമുക്കെന്തേലും കാലത്തൊഴുത്തി പറഞ്ഞാൽ, നമുക്കെന്തേ കാലത്തൊഴുത്തി കിടന്നാൽ, നമ്മളെന്തിനാണ് ഈ പീലാത്തോസിൻ്റെ കൊട്ടാരത്തിലും അരമേലും കിടക്കാൻ ആഗ്രഹിക്കുന്നത്? അതല്ലേ നമ്മുടെ ജീവിതത്തിലെ പരാജയങ്ങൾ. അങ്ങനെ വന്നാൽ എത്ര പേര് രക്ഷ പ്രാപിക്കും? വിരളിലെണ്ണാവുന്നവർ മാത്രം. അവർക്കൊന്നും ഈ ഭൂമിയിൽ നിലനിൽപ്പ് പോലുമില്ല. എവിടെ ചെന്നാലും അവരെ ആട്ടി ഓടിക്കും, അവരെ ആട്ടിപ്പായിക്കും. ഇല്ലേ? ശരിയല്ലേ ഇത്? നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? ഈ ലോകത്തെ ഇതുപോലെ അടപ്പാടെല്ലാം പൂട്ടിയിട്ടിരിക്കുകയല്ലേ അവന്. ഇതിൽ നിന്ന് ചാടി പുറത്ത് കടന്ന് ഓടാൻ നമുക്ക് ഒരിടമുണ്ടോ? കാരണം അവൻ്റെ ചങ്ങലയിൽ നമ്മൾ ബന്ധിക്കപ്പെട്ട് കഴിഞ്ഞു. ഈ ബന്ധനമാണ് നമ്മൾ അഴിക്കേണ്ടത്. നമുക്ക് അഴിക്കാനാകുമോ ബന്ധനം?
നമ്മൾ കെട്ടിയതല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. ശരി, നമ്മൾ കെട്ടിയത് പോലും നമുക്ക് കഴിക്കാൻ പറ്റില്ല. പിന്നെ അവൻ കെട്ടിയാൽ നമ്മൾ എങ്ങനെ കഴിക്കും? കർത്താവ് കഴിക്കണം. കർത്താവ് നമ്മളെ കെട്ടണം. കർത്താവ് നമ്മളെ കെട്ടിക്കഴിഞ്ഞാൽ അയക്കാൻ ആരുമില്ല. ആ കെട്ടിലാണ് നമ്മൾ ജീവിക്കേണ്ടത്. ഞാനിപ്പോൾ കുറച്ച് വചനം വായിക്കണം. ഞാനൊരു വചനത്തിൽ ഇന്ന് ഞങ്ങൾ ഞായറാഴ്ചയാണല്ലോ, ഇന്ന് പള്ളിയിൽ ഒരു വചനം വായിച്ചു. എനിക്ക് ഈ വചനത്തിൽ സംശയങ്ങളുണ്ട്, കുറച്ച് സംശയങ്ങളുമുണ്ട്. ഞാനിത് ഇവിടെ പങ്കുവയ്ക്കുകയാണ് നിങ്ങളായിട്ട്. നിങ്ങൾ പിന്നെ ഈ വചനം വായിച്ചിട്ട് ഇതിൽ എവിടെയാണ് കുറവ്, അല്ലെങ്കിൽ എവിടെ എനിക്കാണോ തെറ്റുന്നത്, അല്ലെങ്കിൽ ഇവിടെ എവിടെയാണ് ഇതിൻ്റെ പോരായ്മകൾ, എന്താണ് ഇത് ഇങ്ങനെ എഴുതാൻ കാരണം എന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് കമൻ്റ് ഇടുകയാണെങ്കിൽ അത് വലിയ ഉപകാരമായിരിക്കും. എൻ്റെ സംശയങ്ങളാണ് ഞാൻ ഇവിടെ വായിക്കാൻ പോകുന്നത്. പഴയ നിയമമാണേ. ഏറ്റാണേ. ഈ വയർ ഇങ്ങനെ കിടക്കുന്നോണ്ടേ അത് അനങ്ങുമ്പോൾ വീഴും. അയ്യോ, ഉൽപ്പത്തി ഹാഗറും ഇസ്മായിലും. ഞാനിത് വായിക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. വായിക്കാവേ. ഉൽപ്പത്തി 16 മുതൽ 17 വരെ അദ്ദേഹത്തിൻ്റെ വായിക്കാം. ഹാഗറും ഇസ്മായിലും. അബ്രഹാമിന് ഭാര്യ സാറയിൽ കുട്ടി ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഹാഗർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രഹാമത്തോട് പറഞ്ഞു, മക്കൾ ഉണ്ടാകാൻ ദൈവം എനിക്ക് വരം തന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ദാസിയെ പ്രാപിക്കുക. ഒരു പക്ഷേ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അബ്രഹാം സാറായിയുടെ വാക്ക് അനുസരിച്ചു. കാനാൻ ദേശത്ത് 10 വർഷം താമസിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ ഭാര്യ സാറായി ദാസിയായ ഈജിപ്തുകാരി ഹാഗറിനെ തൻ്റെ ഭർത്താവിന് ഭാര്യയായി നൽകി. അബ്രഹാം അവളെ പ്രാപിക്കുകയും അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. താൻ ഗർഭിണിയാണെന്നറിഞ്ഞപ്പോൾ യജമാനത്തിയെ അവൾ നിന്നയോടെ വീക്ഷിച്ചു. സാറായി അബ്രഹാമത്തോട് പറഞ്ഞു, എൻ്റെ ദുരിതത്തിന് നിങ്ങളാണ് കാരണക്കാരൻ. ഞാനാണ് എൻ്റെ ദാസിയെ നിങ്ങളുടെ ആശ്ലേഷത്തിന് വിട്ടുതന്നത്. എവിടെയാണ് ശരി? ഭാര്യ തന്നെയാണ് ദാസിക്ക് ഭർത്താവിന് വിട്ടുകൊടുത്തത്. അപ്പോൾ അവരുടെ ദുരിതത്തിന് കാരണക്കാരൻ നിങ്ങളാണെന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ആരാണ് കാരണക്കാരൻ? ആരാണ്? അതല്ല ഇപ്പോൾ ചോദ്യം ഇതല്ല. ഞാൻ നിങ്ങളോട് സംശയം ചോദിച്ചിരിക്കുന്നത് ഇതല്ല കേട്ടോ. അതവിടെ കിടക്കട്ടെ. പെണ്ണുങ്ങളുടെ സ്വഭാവം കാണിക്കുമല്ലോ, അതല്ലേ ഇപ്പോൾ സാറായും കാണിച്ചത്, വിട്ടു തന്നത്. പക്ഷെ താൻ ഗർഭിണിയാണെന്ന് കണ്ടപ്പോൾ അവൾക്ക് താൻ നിന്നയായി. എനിക്ക് നിങ്ങൾക്കും മധ്യേ കർത്താവ് തന്നെ വിധിയാളനാവട്ടെ. അബ്രഹാം പറഞ്ഞു, നിന്റെ ദാസി ഇപ്പോഴും നിന്റെ കീഴിലാണ്. നിന്റെ ഇഷ്ടം പോലെ അവളോട് ചെയ്തുകൊള്ളുക. സാറായി അവളോട് ക്രൂരമായി പെരുമാറാൻ തുടങ്ങി. അപ്പോൾ അവൾ സാറയെ വിട്ടു ഓടിപ്പോയി. ഇതിവിടെ നിൽക്കുന്നു. പിന്നെ ഞാൻ പറയാം. അത് മൊത്തം വായിച്ചേക്കാം, എന്നാൽ പിന്നെ തപ്പണ്ടല്ലോ. എന്നാൽ കർത്താവിൻ്റെ ദൂതൻ ഷൂറിലേക്കുള്ള വഴിയിൽ മരുഭൂമിയിലുള്ള ഒരു നീരുറവയുടെ അടുത്ത് വെച്ച് അവളെ കണ്ടെത്തി. ദൂതൻ അവളോട് ചോദിച്ചു, സാറായി അയ്യുടെ ദാസിയായ ഹാഗറെ, നീ എവിടെ നിന്ന് വരുന്നു? എങ്ങോട്ട് പോകുന്നു? അവൾ പ്രതിവചിച്ചു, ഞാൻ യജമാനത്തിയായ സാറായിൽ നിന്നും ഓടി വരികയാണ്. കർത്താവിൻ്റെ ദൂതൻ അവളോട് പറഞ്ഞു, നീ യജമാനത്തിയുടെ അടുത്തേക്ക് തിരിച്ചു പോകുക, അവൾക്ക് കീഴപ്പെട്ടിരിക്കുക. ദൂതൻ തുടർന്നു, എണ്ണിയാൽ തീരാത്തവണ്ണം അത്ര അധികമായി നിന്റെ സന്തതിയെ ഞാൻ വർദ്ധിപ്പിക്കും. നീ ഗർഭിണിയാണല്ലോ. നീ ഒരു ആൺകുട്ടിയെ പ്രസവിക്കും. അവന് നീ ഇമ്മാനുവേൽ എന്ന് പേരിടണം. കാരണം അവൻ നിന്റെ രോദനം ചെവിക്കൊണ്ടിരിക്കുന്നു. അവൻ കാട്ടുകഴുതയ്ക്കൊത്ത മനുഷ്യനായിരിക്കും. അവൻ്റെ കൈ
എല്ലാവരുടെ കൈ അവനെതിരായും ഉയരും. അതാരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇപ്പോഴത്തെ ഇസ്ലാമികൾ മുസ്ലിങ്ങളില്ലേ, അവരല്ലേ ഹാഗറിന്റെ സന്തതികൾ? പക്ഷെ അല്ല എന്ന് പറയുന്ന കുറച്ച് ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. കർത്താ വർത്തിക്കുകയും ചെയ്യും. അവൾ തന്നോട് സംസാരിച്ച കർത്താവിനെ എൽറോയ് എന്ന് വിളിച്ചു. കാരണം എന്നെ കാണുന്നവനായ ദൈവത്തെ ഞാനും ഇവിടെ വെച്ചു കണ്ടു എന്ന് അവൾ പറഞ്ഞു. അതുകൊണ്ട് ആ നീരുറവയ്ക്ക് ബെർഷില്ലാഹാറായ് എന്ന് പേരുണ്ടായി. അത് കൽദേശിനും ബേരാദിനും ഇടയ്ക്കാണ്. ഹാഗറിൽ അബ്രഹാമിന് ഒരു പുത്രൻ ജനിച്ചു. ഹാഗർ പ്രസവിച്ച മകന് അബ്രഹാം ഇസ്മായിൽ എന്ന് പേരിട്ടു. ഹാഗർ ഇസ്മായിലിനെ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സായിരുന്നു. ഇവിടെയാണ് എൻ്റെ ചോദ്യം. ഇസ്മായിലിനെ ഹാഗർ പ്രസവിച്ചപ്പോൾ അബ്രഹാമിന് 86 വയസ്സ്. കേട്ടോണം. ഇവിടെ നിങ്ങൾ നല്ലപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ്. എൻ്റെ ചോദ്യവും സംശയങ്ങളും. അവിടെ 86 വയസ്സ്. പിന്നെ ദൈവം അബ്രഹാത്തോട് അത് അവിടെ നിൽക്കട്ടെ. അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. അവനോട് അരുളി ചെയ്തു, സർവശക്തനായ ദൈവമാണ് ഞാൻ. എൻ്റെ മുൻപിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായി വർദ്ധിക്കുക. നീയുമായി ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും. അപ്പോൾ അബ്രഹാം സാഷ്ടാംഗം പ്രണാമിച്ചു. ദൈവം അവനോട് അരുളി ചെയ്തു, ഇതാ നീയുമായുള്ള എൻ്റെ ഉടമ്പടി. നീ അനവധി ജനതകൾക്ക് പിതാവായിരിക്കും. ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല. നിന്റെ പേര് അബ്രാഹാം എന്നായിരിക്കും. ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു. നീ സന്താന പുഷ്ടിയുള്ളവനായിരിക്കും. നിന്നിൽ നിന്ന് ജനതകൾ പുറപ്പെടും. രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉത്ഭവിക്കും. ഞാനും നീയും നിനക്കു ശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറയായി എന്നേക്കും ഞാൻ എൻ്റെ ഉടമ്പടി സ്ഥാപിക്കും. ഞാൻ എന്നേക്കും നിനക്ക് നിന്റെ സന്തതികൾക്കും ദൈവമായിരിക്കും. നീ പരാമർശിക്കപ്പെടുന്ന ഈ കാനാൻ ദേശം മുഴുവൻ നിനക്കും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്കും ഞാൻ തരും. എന്നേക്കും അതിന് അവരുമായിരിക്കും. അത് അവരുടേതായിരിക്കും. ഞാൻ അവർക്ക് ദൈവമായിരിക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ ചോദിക്കുന്നത്, അബ്രഹാമത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്. ശരിയാണല്ലോ? അല്ലാന്നൊന്നുമില്ലല്ലോ. അബ്രഹാമത്തിന് 100 വയസ്സുള്ളപ്പോൾ ഇസഹാക്ക് ജനിച്ചുവെങ്കിൽ ഈ ഹാഗറിൽ നിന്നുള്ള ഇസ്മായിലിന് ജനിക്കുമ്പോൾ അബ്രഹാമത്തിന് 86 വയസ്സേ ഉള്ളൂ. അതായത് 14 വർഷത്തെ ഡിഫറൻസ് ഉണ്ട്. ഈ 14 വർഷത്തിന് ശേഷം ഈ ഇസഹാക്ക് ജനിക്കുന്നു. ഇപ്പം കുട്ടിക്ക് വയസ്സ് 14 ആയില്ലേ? ഇല്ലേ? ശരിയാണോ അല്ലയോ? ഇതാണ് എൻ്റെ ചോദ്യം. അപ്പോൾ 14 വയസ്സിൻ്റെ ഇസഹാക്കും ഇസ്മായിലും തമ്മിൽ 14 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. പിന്നെ ചോദ്യം ഇതാണ് രണ്ടാമത്തത്. ബൈബിള് തെറ്റ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എവിടെയാണ് തെറ്റെന്നും എനിക്കും അറിയത്തില്ല. എന്നിട്ട് ഉൽപ്പത്തി 21. ഉൽപ്പത്തി 21. മറ്റേത് 17-18. കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധനായ അബ്രഹാമത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ചു. ദൈവം പറഞ്ഞു, സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസഹാക്ക് എന്ന് അബ്രഹാം പേരിട്ടു. കുഞ്ഞു പിറന്നിട്ട് 8-ാം ദിവസം ദൈവ കൽപ്പന പ്രകാരം അബ്രഹാം അവന് പരിച്ഛേദനം നടത്തി. അന്നത്തെ കാലത്ത് പരിച്ഛേദനം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാണിക്കുന്ന മുസ്ലിങ്ങൾ ചെയ്യുന്ന അതേ പരിപാടിയല്ലേ, സുന്നത്ത്. അന്നത്തെ കാലത്ത് അതുണ്ടായിരുന്നു, പക്ഷെ ഇന്നത്തെ കാലത്ത് അതില്ലല്ലേ. അതെന്തെങ്കിലും ആട്ടെ, അതല്ല എൻ്റെ ചോദ്യം. അബ്രഹാത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസഹാക്ക് ജനിക്കുന്നത്.
ഇസ്മായിൽ ജനിക്കുന്നത് 86 വയസ്സുള്ളപ്പോഴാണ് ഇസ്മായിൽ ജനിക്കുന്നത്. ഇസഹാക്ക് ജനിക്കുന്നത് 100 വയസ്സുള്ളപ്പോൾ. എങ്ങനെയുണ്ട്? 14 വയസ്സിന്റെ വ്യത്യാസമില്ലേ? അതല്ല ഇപ്പൊ പറയാം. പെണ്ണു ഇസഹാക്ക് ജനിച്ചതും സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലി ചിരിക്കും. അവൾ തുടർന്നു, സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നോ? എന്നിട്ടും അബ്രാഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞു വളർന്നു, മുലകുടി മാറി. അന്ന് അബ്രഹാം വലിയൊരു വിരുന്നെടുത്തി. ഈജിപ്തുകാരായ ഹാഗറിൽ അബ്രഹാമത്തിന് ജനിച്ച മകൻ തൻ്റെ മകനോടൊത്ത് ഇസ്ഹാക്കിനോട് കൂടെ കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രഹാത്തോട് പറഞ്ഞു, ഈ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എൻ്റെ മകനോട് ഇസഹാക്കിനോടൊപ്പം അവകാശിയാകാൻ പാടില്ല. തന്മൂലം മകനെയോർത്ത് അബ്രഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രഹാത്തോട് അരുളി ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറഞ്ഞതുപോലെ ചെയ്യുക. കാരണം ഇസഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. അടിമ പെണ്ണിൽ ജനിച്ച മകനെയും ഞാനൊരു ജനതയാക്കും. അവനും നിന്റെ മകനാണല്ലോ. മനസ്സിലായില്ലേ? അവനും നിന്റെ മകനാണല്ലോ. അബ്രഹാം അതിരാവിലെ എഴുന്നേറ്റ് കുറെ അപ്പവും ഒരു തൂവൽ സഞ്ചിയിൽ വെള്ളവും എടുത്ത് ഹാഗറിന്റെ തോളിൽ വെച്ചു കൊടുത്തു. മകനെയും ഏൽപ്പിച്ചിട്ട് അവളെ പറഞ്ഞയച്ചു. അവൾ അവിടെ നിന്നും പോയി ബേർഷാബ ഒരു പ്രദേശത്ത് അലഞ്ഞു നടന്നു. തൂകാസഞ്ചിയിലെ വെള്ളം തീർന്നപ്പോൾ അവൾ കുട്ടിയെ ഒരു കുറ്റിക്കാട്ടിൽ കിടത്തി. ഇതാണ് ചോദ്യം. മനസ്സിലായില്ലേ? ഈ 14 വയസ്സുള്ള കുട്ടി എവിടെയെങ്കിലും കൊണ്ട് കിടത്തണോ? ഇപ്പോഴത്തെ കാലത്ത് 14 വയസ്സുള്ള കുട്ടി 10ാം ക്ലാസ്സിലെങ്കിലും പഠിക്കുന്നു. അല്ല പോട്ടെ, 8ലെങ്കിലും പഠിക്കും, 8, 9ലെങ്കിലും പഠിക്കും ഇല്ലേ? ആ കുട്ടി അന്നത്തെ കാലത്ത് ഈ ചെറിയ കുട്ടികളൊക്കെ ഭയങ്കര വില്ലാളി വീരന്മാരാ, ശക്തന്മാരുമാണ്, നല്ല കഴിവും തൻ്റെയോടും ആരോഗ്യശ്രീമാരാ. പക്ഷെ ഇപ്പോഴത്തെ കുട്ടികളെ പോലെ അമ്മയുടെ താരതമ്യം പിടിച്ച് നടക്കുന്ന കുട്ടികളല്ല അന്നത്തെ കാലത്ത്. ആ കാര്യം നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. ശ്രദ്ധിക്കുകയല്ല, ഇതിന്റെ ശരിയായ അർത്ഥങ്ങളൊന്ന് കണ്ടുപിടിക്കണം. ഈ 14 വയസ്സ് തമ്മിലുള്ള കുട്ടിയും 14 വയസ്സിൽ കൂടുതൽ ആകാനാണ് സാധ്യത. കാരണം സാറായി പ്രസവിക്കുമ്പോൾ 100 വയസ്സുള്ളപ്പോഴാണ് കുട്ടി ജനിക്കുന്നത്. പിന്നെ അവളുടെ കുട്ടിയും എൻ്റെ കുട്ടിയും കളിക്കുന്നത് കണ്ടപ്പോൾ പറയുമ്പോൾ ആ കുട്ടിക്ക് ഒരു വയസ്സോ 2 വയസ്സോ പ്രായം കൂടെ ആയി കാണുകയില്ലേ? അപ്പോൾ ഇവനൊരു 15 16 വയസ്സുണ്ടാകുകയില്ലേ? പ്രസവിച്ച പാടെ ആ കുട്ടിയോടുകൂടി കളിക്കുകയല്ലോ അല്ലേ? ഏതായാലും ഒരു 10 മാസമെങ്കിലും അമ്മയുടെ കയ്യിൽ തന്നെ ആയിരിക്കും കുഞ്ഞ്. അതായത് ഇത്ര വലിയ കുട്ടിയോട് കൂടി കളിക്കാൻ എന്തായാലും വിടുകയുമില്ല, പോകാനായിട്ടില്ല. ഇങ്ങനെ പിച്ച് നടക്കുമ്പോഴും ചവിട് വെച്ച് പഠിക്കുമ്പോഴൊക്കെ നടക്കുമ്പോഴല്ലേ ഇവർ കളിക്കുകയുള്ളൂ. അങ്ങനെയൊക്കെ ആ കുഞ്ഞിന് 1 2 വയസ്സുണ്ടാകുകയല്ലേ? അങ്ങനെ ആകുമ്പോൾ ഇസ്മായിലിന് 16 വയസ്സുകളായി കാണുകയല്ലേ? അപ്പം ആ കുഞ്ഞിനെ ഇവിടെ കൊണ്ട് കുറ്റിക്കാട്ടി കിടത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ശരിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പറഞ്ഞതും ആ പറഞ്ഞതുമായിട്ട് തമ്മിൽ വ്യത്യാസമില്ലേ? ഇത്ര അടുത്തടുത്ത് വ്യത്യാസമുണ്ട്. ഇത് ആരും ഇങ്ങനെ ചോദിച്ച് ഞാൻ കേട്ടിട്ടില്ല. പക്ഷെ ഞാൻ എൻ്റെ ബുദ്ധിപ്രകാരം ചോദിക്കുന്നതാണിത്, ഈ ചോദ്യം. ഇതെവിടെയാണ് തെറ്റ്? ആർക്കാണ് തെറ്റ്? എഴുതിയവർക്ക് തെറ്റോ? കുഞ്ഞ് മരിക്കുന്നത് എനിക്ക് കാണാൻ വയ്യ എന്ന് പറഞ്ഞ അവൾ കുറെ അകലെ ഒരു അമ്പെയ്ത്ത് ദൂരം ചെന്ന് എതിർവശത്തേക്ക് തിരിഞ്ഞിരുന്നു. കുട്ടി ഉച്ചത്തിൽ കരയാൻ തുടങ്ങി. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടു. സ്വർഗത്തിൽ നിന്ന് ദൈവത്തിന്റെ ദൂതൻ അവളെ വിളിച്ചു പറഞ്ഞു, ഹാഗർ, നീ വിഷമിക്കേണ്ട, ഭയപ്പെടുകയും വേണ്ട. കുട്ടിയുടെ കരച്ചിൽ ദൈവം കേട്ടിരിക്കുന്നു. എഴുന്നേറ്റ് കുട്ടിയെ കയ്യിലെടുക്കുക. അപ്പൊ ഈ കുട്ടിക്ക് എത്ര വയസ്സാ? എഴുന്നേറ്റ് കുട്ടീനെ എടുക്കാനാ പറയുന്നത്. പറ, നിങ്ങൾ തന്നെ ഇതിന് ഉത്തരം പറ, ഞാനല്ല ഇതിന് ഉത്തരം പറയേണ്ടത്. എനിക്കിത് എവിടെയോ ഇപ്പം നമ്മുടെ ബൈബിൾ തെറ്റല്ലേ? ബൈബിളിലെ വ്യാഖ്യാനങ്ങൾ തെറ്റാണോ? എഴുത്ത് തെറ്റാണോ? എവിടെയാണ് തെറ്റ്? എന്തോ ഏത് കുട്ടിയെ കയ്യിലെടുക്കുക. അവരിൽ നിന്നും ഞാൻ
വലിയൊരു ജനത്തെ പുറപ്പെടുവിക്കും. ദൈവം അവളുടെ കണ്ണു തുറന്നു. അവൾ ഒരു കിണർ കണ്ടു. അവൾ ചെന്ന് തൂകൽ സഞ്ചി നിറച്ച് കുട്ടിക്ക് കുടിക്കാൻ കൊടുത്തു. എന്താ, ആ നാട്ടിലൊന്നും ജനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോട്ടെ, എന്തെങ്കിലും ആവട്ടെ, കൊടുത്തു. ദൈവം ആ കുട്ടിയോട് കൂടെ ഉണ്ടായിരുന്നു. അവൻ മരുഭൂമിയിൽ പാർത്തു. അവൻ വളർന്നു സമർത്ഥനായ ഒരു വില്ലാളിയായി തീർന്നു. കണ്ടോ, പണ്ടത്തെ കാലത്ത് നല്ല സമർത്ഥന്മാരാണ്. ഇപ്പോഴത്തെ പോലെ ഉച്ചാളികളല്ല. ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങൾ പണിയെടുത്തുകൊണ്ടേ കൊടുത്താൽ ആണുങ്ങൾ നിന്ന് വീട്ടിലിരിക്കുന്ന ആണുങ്ങളാ. പണ്ടത്തെ കാലത്ത് അങ്ങനെയൊന്നുമല്ല. സമർത്ഥനായി വില്ലാളി വീണെ തീർന്നു. അവൻ പാരാനിലെ മരുഭൂമിയിൽ പാർത്തു. അവൻ്റെ അമ്മ ഈജിപ്തിൽ നിന്ന് അവനൊരു ഭാര്യയെ തിരഞ്ഞെടുത്തു. അമ്മ ഈജിപ്തുകാരിയാണ്, മകൻ ഈജിപ്തിൽ നിന്ന് പെണ്ണ്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അബ്രഹാമിൻ്റെ ഇസഹാക്കും ഇസ്മായിലിനും 10-16 വയസ്സിൻ്റെ വ്യത്യാസമുണ്ട്. 14 വയസ്സിൻ്റെ വ്യത്യാസം. ഇതെനിക്ക് എന്നും മനസ്സിൽ ചോദ്യങ്ങൾ തന്നെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നും ഇതന്നെ. എനിക്ക് അറിയില്ല ഇതിനെങ്ങനെയാണ് മറുപടി പറയേണ്ടത്. നമ്മളിപ്പോൾ നമുക്ക് ഈ സംശയങ്ങളുള്ളതുപോലെ മറ്റുള്ളവർക്ക് ഈ സംശയങ്ങൾ ഉണ്ടാകുകയില്ലേ? ആരും ഇതിനൊരു മറുപടി പറഞ്ഞായിട്ട് ഞാൻ കണ്ടിട്ടില്ല. എന്തൊരു പോരായ്മകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഏതായാലും കർത്താവിൻ്റെ ഹിതം പോലെ സംഭവിക്കട്ടെ. നമ്മളൊന്നും ചോദ്യം ചെയ്യാൻ, ഇതിപ്പോൾ കർത്താവിൻ്റെ ഹിതം പോലെയൊന്നും ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇത് എഴുതിയവർക്ക് തെറ്റിയതോ അല്ലെങ്കിൽ എങ്ങനെയെന്നൊന്നും എനിക്കറിയില്ല. അപ്പം ബൈബിൾ എഴുതുന്ന ആരാണെന്നൊന്നും നമുക്കറിയില്ല. പക്ഷേ ഇത് ഒരു പോരായ്മകളുണ്ട്, എവിടെയൊക്കെയോ പോരായ്മകളുണ്ട്. അത് വേണ്ട, അത് തിരുത്തണം. ആർക്കെങ്കിലും സാധിച്ചാൽ തിരുത്തട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് കിടക്കട്ടെ. ഈ അബ്രഹാത്തിൻ്റെ ഇസ്ഹാക്കിനും ഇസ്മായിലിനും തമ്മിലുള്ള വയസ്സിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ ശരിക്കും കണ്ടു. അതുപോലെ ബൈബിളിൽ എവിടെയെങ്കിലും ആർക്കൊക്കെ തമ്മിൽ വ്യത്യാസങ്ങളുണ്ട്, എങ്ങനെയുണ്ടെന്നൊന്നും പറയാൻ അറിയത്തില്ലല്ലോ. ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ നമ്മൾ വചനങ്ങൾ വായിക്കുമ്പോൾ ശ്രദ്ധിച്ച് വായിച്ചാൽ നമ്മൾക്ക് അതിൻ്റെ പൊരുൾ മനസ്സിലാകും. എവിടെ നിന്നാണ്, എങ്ങനെ നിന്നാണ്, ഏതിൻ്റെയാണ് ഇതിൻ്റെ തുടക്കം, എവിടെയാണ് ഇതിൻ്റെ അവസാനം, ആരാണ് ഇതിൻ്റെയൊക്കെ പിന്നിൽ, എവിടെ നിന്നാണ് കർത്താവ് ജനങ്ങളെ വിളിച്ചത്, എവിടെ നിന്നാണ് വേർതിരിച്ചത്, ദൈവത്തിൻ്റെ മക്കളും സാധാരണ മനുഷ്യരും തമ്മിലുള്ള വ്യത്യാസം എന്തെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്ത് നമ്മൾ കൈക്കൊള്ളണം, എന്ത് നമ്മൾ കൈക്കൊള്ളണ്ട, ആരെ നമ്മൾ സ്വീകരിക്കണം, ആരെ നമ്മൾ സ്വീകരിക്കേണ്ട എന്നുള്ളതിനൊക്കെ ഏറ്റവും വലിയ ഉദാഹരണം ബൈബിൾ ശരിക്കും പഠിച്ചാൽ നമുക്ക് കിട്ടും. അപ്പം കാണുന്നതെല്ലാം നല്ലതാണെന്ന് പറഞ്ഞ് കൈ നീട്ടാൻ പോകരുത്. അത് ഒന്നാമത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? നമ്മളത് ഒന്നാമത് അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. കിട്ടുന്നത് പിന്നൊന്നും പൊന്നല്ല. എല്ലാം പൊന്നാണെന്ന് വിചാരിക്കുന്നതും അബദ്ധത്തിൽ ചെന്ന് ചാടാൻ തന്നെ നമുക്ക് കാരണമായി തീരും. അപ്പം പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങൾ കേട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷെ എനിക്ക് സംശയങ്ങൾ തോന്നുമ്പോൾ ഞാൻ ബൈബിൾ എടുക്കും. ബൈബിൾ എടുത്ത് അത് അരിച്ചു പെറുക്കിയിട്ട് എവിടെയാണ് പേഴ്ചത്, ആർക്കാണ് പേഴ്ചത് എന്ന് ഞാൻ ചോദിക്കും. അത് ദൈവസന്നിധി തെറ്റാണോ? അല്ലാന്ന് ഞാൻ വിചാരിക്കുകയാണ്. കാരണം എനിക്ക് ഈ കള്ളത്തരങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. എന്തെങ്കിലും ഉണ്ട് ഡയറക്റ്റ് പറയും. കാര്യങ്ങൾ അങ്ങനെയൊക്കെ തുറന്ന് പറയുന്നൊരു വ്യക്തിയാണ് ഞാൻ. ഉള്ളിലൊന്ന് വെച്ച് മനസ്സിൽ പുറത്തൊന്ന് പറയുന്നൊന്നും എനിക്കറിയില്ല. ഉള്ളിൽ തോന്നിയ സംശയങ്ങൾ അപ്പം തീർക്കാൻ നോക്കും ഞാൻ. അത് ശരിയാണോ? അപ്പം തന്നെ പോയി ബൈബിൾ എടുക്കും. ഊണിൽ ഉറക്കത്തിൽ മുഴുവൻ ഈ കർത്താവ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എന്തെങ്കിലും ചെയ്യുമ്പോൾ ദൈവമേ അത് നിനക്ക് ഹിതമാണോ? എന്തെങ്കിലും പറയുമ്പോൾ ദൈവമേ നിനക്കത് ഇഷ്ടപ്പെട്ട് കാണുമോ? അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ ഞാൻ ആദ്യം കൂടുതൽ കോപിക്കും ദേഷ്യപ്പെടുന്ന ഒന്ന് മാത്രമേ, ഒരാളോട് മാത്രമേ ഉള്ളൂ. അതെൻ്റെ അമ്മയോടാ. പൊട്ടത്തിലേ കാണിക്കുള്ളൂ, അതുകൊണ്ടാണ്. പക്ഷേ എന്ന് വെച്ചാൽ ശത്രുത വൈരാഗ്യത്തോടൊന്നുമല്ല കേട്ടോ. എന്തെങ്കിലും ദേഷ്യപ്പെടുമ്പോൾ അതിനെ മറുപടി പറയും, അങ്ങനെയൊക്കെ. അല്ലാണ്ട് ഞാൻ ആരോടും ദേഷിക്കപ്പെടാനോ കോപിക്കാറൊന്നും പോകാറില്ല. പേടിച്ചിട്ടാ. നേരത്തെ അങ്ങനെയൊന്നും അല്ലായിരുന്നു. എന്തെങ്കിലും കണ്ട എടുത്തടിച്ച് മറുപടിയൊക്കെ പറയായിരുന്നു. ഇപ്പോൾ ഞാൻ കുറച്ച് സൂക്ഷിക്കാറുണ്ട്. കാരണം ദൈവത്തിൻ്റെ മുന്നിൽ അത് തെറ്റാന്ന് എനിക്ക് മനസ്സിലായി. കാരണം എന്തെല്ലാം ത്യാഗം സഹിച്ചു പോയിട്ടും കർത്താവ് കമാന്നറശ്വരം ആരോടും മിണ്ടിയിട്ടില്ല, കോപിച്ചിട്ടില്ല. എവിടെയോ ഒരിക്കൽ മാത്രം ജെറുസലേം ദേവാലയം കഴുതപ്പുറത്ത് വന്നപ്പോൾ ചാട്ടവർ ഉണ്ടാക്കി കൊടുത്തു വേണ്ടി സഹിക്കുന്നതിൻ്റെ അപ്പുറം ആയപ്പോഴാണ് കർത്താവ് അങ്ങനെ ചെയ്തത്. അല്ലാണ്ട് ഒരിക്കലും കർത്താവ് എവിടെയെങ്കിലും കോപിച്ചതായിട്ട് ഞാൻ എവിടെയും കണ്ടിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ കർത്താവിനെ പോലെ ആകണം എന്നല്ല കേട്ടോ. നമ്മളെ കൊണ്ട് ഒരിക്കലും സാധിക്കില്ലാത്ത കാര്യം അത്. അത്രയും ക്ഷമയും അത്രയും സഹനങ്ങളൊന്നും നമ്മൾക്ക് മനുഷ്യർക്ക് ആർക്കും എവിടെയും കിട്ടിയിട്ടില്ല, കിട്ടാനും പോകുന്നില്ല. അവിടെയാണ് നമ്മൾ വീണ് പോകുന്നതും. കുറേയൊക്കെ നമുക്ക് കിട്ടാവുന്നൊക്കെ നമ്മൾ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ നമുക്ക് ക്ഷമിക്കാനും സഹിക്കാനും പറ്റും. അങ്ങനെ ആകുമ്പോൾ കുറേ കഷ്ടപ്പെടും ഭൂമിയിൽ ജീവിക്കാൻ, അല്ലേ? ഭൂമിയിൽ ജീവിക്കാൻ കുറേ കഷ്ടപ്പെടും. മനസ്സിലായില്ലേ? ആ ഒരു പേടി എല്ലാവരുടെയും മനസ്സിലുണ്ട്. ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ ഇവൻ്റെ അങ്ങോട്ട് സൈഡ് വേണം.
അല്ലാതെ ഒരു രക്ഷയില്ല. അല്ലാതെ ജീവിക്കുന്നതിന് ഇവൻ ശരിയാക്കി തരികയും ചെയ്യും. അധിക നാൾ മുന്നോട്ട് പോകാൻ അവൻ അനുവദിക്കുകയില്ല. കാരണം നമ്മൾ അവന് അടിമയായിപ്പോയി. അപ്പോൾ വചനമൊക്കെ വായിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ വള്ളിയും പുള്ളിയും തെറ്റാതെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് വായിച്ചാൽ കുറേയൊക്കെ നമുക്ക് വീടെടുക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. മനസ്സിലായോ? പക്ഷേ നമ്മുടെ പിന്നെ ഒരു സംശയം കൂടെ എനിക്കിവിടെ ബൈബിളിൽ പറയുന്നുണ്ട്. അത് ഞാൻ അധ്യായം ഓർക്കുന്നില്ല, പുതിയ നിയമത്തിലാണ്. കർത്താവ് യേശുമിശിഹ പറഞ്ഞ വാക്കാണ്, നിങ്ങൾക്ക് ഒരു ഗുരുവേ ഉള്ളൂ. അത് കർത്താവ് യേശുമിശിഹ അല്ലാതെ മറ്റൊരു ഗുരു നമുക്കില്ല. മറ്റുള്ളവരൊക്കെ നമ്മൾ ഭൂമിയിലുള്ളവരൊന്നും നമ്മൾ ഗുരു എന്ന് വിളിക്കാൻ പാടില്ല. കാരണം നമ്മൾക്ക് ഒരേ ഒരു ഗുരുവേ ഉള്ളത് നമ്മുടെ കർത്താവാണ്. ബാക്കിയുള്ളവരൊക്കെ ഭൂമിയിൽ നമ്മളുമായിട്ട് സഹകരിക്കുന്നവരൊക്കെ, നമ്മളുമായിട്ട് ഇടപെടുന്നവരൊക്കെ നമ്മുടെ സഹോദരന്മാരായിരിക്കണം. നമ്മുടെ വഴികെട്ടുകളായിരിക്കാം, നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരുന്നവരായിരിക്കാം, നമ്മുടെ തെറ്റുകൾ തിരുത്തരുന്നവരായിരിക്കാം. എന്തിരുന്നാലും അവർ നമുക്ക് ഗുരുവല്ല, സഹോദരനാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്കൂളിൽ പഠിപ്പിക്കുന്ന സ്കൂളിലെ മാഷ് ഗുരു എന്നല്ലേ പറഞ്ഞേ? ഗുരു ശിഷ്യബന്ധം, ഗുരു മാതാപിതാ ദൈവം എന്നല്ലേ ഒക്കെ പറയുന്നത്. പക്ഷെ ഇവിടെ ഞങ്ങളുടെ ബൈബിളിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ നിങ്ങൾക്ക് ഒരു ഗുരു മാത്രമേ ഉള്ളൂ, അവനെ മാത്രമേ ഗുരു എന്ന് സംബോധന ചെയ്യാൻ പാടുള്ളൂ. മറ്റുള്ളവർ നമ്മുടെ സഹോദരന്മാരാണ്. പിന്നെ ഞങ്ങളുടെ കത്തോലിക്കൽ പള്ളിയിൽ വൈദികനെ അച്ഛ എന്നാണ് വിളിക്കുന്നത്, ഫാദർ, അച്ഛ എന്നൊക്കെയാണ് വിളിക്കുന്നത്. നിങ്ങൾക്കൊരു പിതാവേ ഉള്ളൂ, അത് സ്വർഗ്ഗസ്ഥനായ നിങ്ങളുടെ പിതാവ് മാത്രം. വേറെ ആരെയും പിതാവേ എന്ന് സംബോധന ചെയ്യാൻ പാടില്ല. എനിക്ക് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇത് നമ്മുടെ ബൈബിളിൽ എല്ലാവരും വായിക്കുന്നില്ലേ? ഇതേ ബൈബിൾ പഠിച്ചിട്ടല്ലേ വൈദികരാകുന്നത്, സഹോദരങ്ങളൊക്കെ വൈദികരാകുന്നത്? അപ്പോൾ ഈ വചനം അവർ വായിച്ചിട്ടുണ്ടാവില്ലേ? ഈ അവരെ പഠിപ്പിക്കുന്ന വൈദികര് ഇവരിത് പഠിപ്പിച്ച് കാണില്ലേ? അവർക്കത് പറഞ്ഞു കൊടുത്തിട്ടില്ലേ? പിന്നെ അവരെ എന്തിനാണ് ഗുരു എന്ന് അച്ഛ എന്ന് വിളിക്കുന്നത്, അഥവാ ഫാദർ എന്ന് വിളിക്കുന്നത് എന്തിനാണ്? അവർ നമുക്ക് സഹോദരന് തുല്യമല്ലേ? ഇത് രണ്ടും എന്നെ കുഴക്കുന്ന ചോദ്യങ്ങളാ. ഇവിടെ എന്തെങ്കിലും ഇതിന് വേറൊരു മറുവശം ഉണ്ടോ? ഉണ്ടെങ്കിൽ എനിക്ക് അതൊന്ന് അറിയണമെന്ന് താല്പര്യമുണ്ട്. ഇതിനൊരു മറുവശം ഉണ്ടെങ്കിൽ അത് അറിയാൻ എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ എനിക്കാണോ തെറ്റുന്നത്? അല്ലെങ്കിൽ അവിടെ അങ്ങനെയാണെങ്കിൽ ഇപ്പുറത്ത് വേറെ എന്തെങ്കിലും ആണെന്ന് ഉടക്ക് ന്യായങ്ങൾ പറയരുത്, ഉള്ളതേ പറയാവുള്ളൂ. അത് ദൈവസ്ഥാനിൽ നീതി ആയിരിക്കണം. അത് ഞങ്ങൾ അങ്ങനെ അല്ലാതെ ഞങ്ങൾ ഇങ്ങനെയാ, അത് അവിടെ നിന്ന് അങ്ങനെ പറഞ്ഞു, അത് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, അത് അങ്ങനെ വിളിച്ചാലേ ഒക്കുള്ളൂ, അത് ഇങ്ങനെ വിളിച്ചാലേ ഒക്കുള്ളൂ എന്നുള്ള ആ ഉടക്ക് ന്യായങ്ങൾ പറയരുത്. അത് നമ്മുടെ മനുഷ്യരുടെ പൊട്ടബുദ്ധിയിൽ നിന്ന് ഉടലെടുക്കുന്ന വാക്കുകളാണ്. അത് ദൈവസ്ഥാനിൽ കൊണ്ട് സമർപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഞങ്ങൾ ഇങ്ങനെയാ എന്നുള്ളൊരു വാക്ക് അവിടുന്ന് വേണ്ടാന്ന് നോക്കുന്നതാണ് ബുദ്ധി. അപ്പം ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ചോദ്യങ്ങളാണ്. ഇതൊക്കെ ആരോടാണ് ചോദിക്കേണ്ടത്, ആരോടാണ് നമ്മൾ ഡൗട്ട് തീർക്കേണ്ടതെന്നൊക്കെ ചോദിക്കാൻ എനിക്കിപ്പോഴും അറിയത്തില്ല. നമ്മൾ പള്ളിയിൽ പോയി പിന്നെ ഇതേ നമ്മുടെ വൈദ്യന്മാരോട് ചോദിച്ചാൽ അവർ ഇതൊക്കെ തന്നെ പറയുള്ളൂ. ഇപ്പം ഞാൻ ചോദിച്ചതുപോലും പറയാൻ അവർക്ക് മനസ്സുണ്ടാകുകയില്ല. പിന്നെ അവരോടൊക്കെ പോയി സംസാരിക്കാന്ന് വെച്ചാലോ, അതിനും ഭേദം നമ്മുടെ മോദി സർക്കാരിനോട് പോയി സംസാരിക്കാം. ക്യൂ ആണ് ആള്. അവിടെ കന്ന് ഒരാളെ പോയി കുറച്ചധികം ഒരു ധ്യാനഗുരുവിനൊക്കെ പോയി കണ്ട് സംസാരിക്കാൻ ബുദ്ധിമുട്ടാ. ഭയങ്കര ജനം. ഒന്നാമതെ അവർക്ക് ഇതിനോടൊന്നും മെനക്കെടാൻ നേരമില്ല. മടുത്തു പോവുക. നമ്മൾ 1-2 ദിവസം ക്യൂ നിന്നാൽ പോലും ഇവരെ ഒന്നും നേരിൽ കാണാൻ പറ്റില്ല. അതിലെത്രയോ ഭേദമാണ് നമ്മൾ മുട്ടിപ്പായി പ്രാർത്ഥിച്ച് ഒരു 2 ദിവസം ഉപവാസമൊക്കെ എടുത്ത് നമ്മുടെ ക്ഷേമങ്ങളും നമ്മുടെ തെറ്റുകുറ്റങ്ങളും നേരിട്ട് പറഞ്ഞ് നമ്മൾ യാചനയോടെ കർത്താവിന് മുമ്പിൽ നിന്ന കർത്താവ് നമ്മളോട് സംസാരിക്കും ഇല്ലേ? സംസാരിക്കും. കർത്താവ് സംസാരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഈ യൂട്യൂബിൽ ഞാൻ കുറേ ജനങ്ങൾ ഒരു ബ്രദറിനെ ടിനു ജോർജ് എന്നൊരു സഹോദരൻ, അത് ബന്ദിക്കോസ് സഹോദരനാണോ, ബന്ദിക്കോസ് സഭയാണോ, ഒരു വേദന സഭയാണോ എന്ന് എനിക്കറിയത്തില്ല. അത് കത്തോലിക്ക സഭയല്ല കേട്ടോ. ആ സഹോദരൻ ഒരു നല്ലൊരു സഹോദരനാണത്, നല്ലൊരു സുവിശേഷകനാ. ആ സഹോദരനോട് ഒത്തിരി അത്ഭുതങ്ങളും അരുണങ്ങളൊക്കെ പ്രവർത്തിക്കാൻ സാധാരണ വ്യക്തികൾക്കാവില്ല. അത് കർത്താവ് ഇടപെട്ട് ചെയ്യുന്ന ഓരോരുത്തരുടെ. ആദ്യം മുതൽ വചനം ഉൽപ്പത്തി മുതലേ നമ്മളത് വായിച്ചു കഴിയുമ്പോൾ നമുക്കത് മനസ്സിലാകും. കർത്താവ് ഓരോരോ വ്യക്തികളോടെയാണ് ഇടപെട്ടുകൊണ്ടിരുന്നത്. മോശ മുഖാന്തരം, ദാവീദ് മുഖാന്തരം, ദാനിയേൽ മുഖാന്തരം കർത്താവ് നേരിട്ട് ഇടപെട്ടിട്ട് ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞാൽ എവിടെയും ഇറങ്ങി വന്നിട്ടൊന്നുമില്ലല്ലോ ഉണ്ടോ? അപ്പം അതേപോലെ തന്നെ ഇന്ന് നടക്കുന്നുണ്ട്. അതേപോലെ നടക്കുന്നുണ്ട് ഇന്നും. പക്ഷേ അത് കണ്ടെത്താനുള്ള ജനപ്പെരുപ്പത്തിന് അത് സാധിക്കുന്നില്ല. അവരെ പിന്നെ ഇരുളടഞ്ഞു പോയ അവരുടെ ആ തലച്ചോറിലേക്ക് പ്രകാശം എത്താത്തതുകൊണ്ടാണ് അവർക്ക് അത് മനസ്സിലാകാതെ പോകുന്നത്.
ടിനു ജോർജിനോട് ദൈവം സംസാരിച്ചെന്ന് പറഞ്ഞാൽ ഞാൻ സംശയിക്കില്ല. ഞാൻ ഒരു നിമിഷം പോലും ഒരു സെക്കൻഡ് പോലും സംശയിക്കില്ല. കാരണം എന്താണെന്നറിയാമോ? അതിലും വലിയ അത്ഭുതം ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ്. കർത്താവ് സംസാരിക്കും, മനുഷ്യനെ പോലെ നമ്മോട് സംസാരിക്കും, നമ്മുടെ കൂടെ നിൽക്കും. അങ്ങനെയല്ല, ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് ഡയറക്റ്റ് സംസാരിക്കുമെന്ന് ഞാൻ എൻ്റെ കർത്താവായ യേശുമിശിഹായെ സാക്ഷി നിർത്തി ഞാൻ പറയാം. പക്ഷെ ടിനു ജോർജിനെ ഇങ്ങനെ തേജമാനം ചെയ്ത് ഒട്ടും ശരിയല്ല. അവർ പണം പിരിക്കുന്നുണ്ട്. നിങ്ങളുടെ അക്കൗണ്ടിൽ കിടന്ന പണം ഇങ്ങോട്ട് കൊണ്ട് ഇവിടെ കുടഞ്ഞിടുന്ന ഒരു മനുഷ്യന് ഒരു സുപേക്ഷനും പറയല. നമ്മൾ ദശാംശം കൊടുക്കണം അവരുടെ കാര്യങ്ങളൊക്കെ നീങ്ങാൻ. മൈക്കിൻ്റെ പൈസ കൊടുക്കണം, ചിലവ് വേണം, സഹോദരങ്ങൾ വന്ന കസേര എടുക്കണം, പന്തെടുക്കണം, ഓഡിറ്റോറിയം ആണെങ്കിൽ അതിന് ബുക്ക് ചെയ്യണം, അതിന് കാശ് വേണം. നമ്മൾ സ്വോത്ര കാഴ്ച ഇട്ടുമല്ലേ കൊടുക്കുന്നുള്ളൂ. അല്ല, നിങ്ങൾ ഇത്ര എടുത്തോ എന്ന് പറഞ്ഞ് കൊണ്ട് കൊടുത്താൽ അത് നമ്മുടെ മനസ്സിൽ നമുക്ക് അവരോട് ഇഷ്ടമുണ്ടായിരുന്നു നമ്മൾ കൊടുക്കുന്നതല്ലേ. അല്ലാണ്ട് അവരും നമ്മുടെ അക്കൗണ്ട് ഒപ്പിട്ട് എടുത്തെടുത്ത് പോകുന്നതല്ലോ, ചെക്ക് ചെയ്ത് വാങ്ങിക്കൊണ്ടൊന്നും പോകുന്നതല്ലോ. പിന്നെ അവരെ വിധിക്കാൻ നിങ്ങളാരാ? കർത്താവ് വിധിച്ചോട്ടെ. അതൊരു സുവിശേഷകനാണെങ്കിൽ കർത്താവ് എന്തായാലും വിധിച്ചോളൂ. ഈ സമൂഹത്തിന് വിധിക്കാൻ യാതൊരു അവകാശവും അവർ കുറ്റക്കാരാണെങ്കിൽ പോലും. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ഞങ്ങൾക്ക് ഒരു നിർബന്ധമില്ല. കാരണം ഞാനിന്നും അങ്ങനത്തെ ഒരു മനുഷ്യനെ സുവിശേഷം പറയുന്ന ഒരു ബൈബിൾ എടുത്ത് നടക്കുന്ന ഒരാളെ ഞാനൊന്നും ഒരു ഖമാനൊരക്ഷരം പറയല. പറയണമെങ്കിൽ നമ്മൾക്ക് അതിൽ കൂടുതൽ യോഗ്യത വേണം. അതില്ല നമുക്ക്. അതിൽ കൂടുതൽ യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് യോഗ്യത നമുക്കുണ്ടാവുന്നത്? പറ. നാലാളെ കുറ്റം പറയുന്നതോ? ഒരു കുറ്റങ്ങളും കുറവില്ലാതെ നീ ഒന്ന് ജീവിച്ചേ. നിന്റെ വഴി തമ്പുരാൻ നടത്തും. ആരും വിധിക്കാൻ പോകാതെ, ആരെ താറടിക്കാതെ, ആരെ അപമാനിക്കാതെ, ആരെയും തള്ളിപ്പറയാതെ. വലിയവനും ചെറിയവനും ദൃഷ്ടിച്ച് ഒരേ ഒരാൾ തന്നെയാ, കർത്താവ് തന്നെയാ. അല്ലാണ്ട് നീ അല്ല എൻ്റെ ഉത്തരവാദി. ഇതെല്ലാം കാണുമ്പോൾ എനിക്ക് ചിലപ്പോൾ ഭയങ്കര രോഷം വരും. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെ ആരെങ്കിലും കുറ്റം കുറവൊക്കെ വിധിക്കണം, ഞാൻ ഒരാളെ കാണിച്ചു തരാം. നിങ്ങൾക്ക് വിധിക്കാമോ? ആ ജെറുസലേമിൽ റീന എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അതിനെ നിങ്ങൾ വിധിക്കുക. ഒരു സമയം കർത്താവ് നിങ്ങളുടെ കൂടെ നിന്നിരിക്കും. ആ സഹോദരി അതുപോലെ സംസാരിക്കുന്നത്. ബബ്ലിക്കായിട്ട് ഇത്രയും മോശമായിട്ട് അച്ഛങ്ങൾ സംസാരിക്കുന്ന ഒരു സ്ത്രീയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അതെന്തെങ്കിലും ആട്ടെ, അവരുടെ പേര് പറഞ്ഞ് ഞാനിവിടെ മോശക്കാരിയാകാൻ ഇഷ്ടപ്പെടുന്നില്ല. പിന്നെ അതെന്തെങ്കിലും അല്ല, അങ്ങനെ നിങ്ങൾക്ക് വിധിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു. അല്ല, ടിനു ജോർജിനെ പോലെ ഉള്ളവരെ വിധിക്കാൻ പോകണ്ട. അയാൾ കുഴപ്പമില്ലാത്തൊരു സുവിശേഷകനാണ്. സാമ്പത്തികം അതൊക്കെ അവരുടെ വഴിക്ക് വിട്. നിങ്ങൾ ആരും ഒന്നും കൊണ്ടു കൊടുത്തില്ലെങ്കിൽ നിങ്ങൾ വിധിക്കാൻ പോകണ്ട. മനസ്സിലായില്ലേ? അപകടങ്ങളൊക്കെ വലിച്ചു വരുത്താതിരിക്കുക. ഞാനൊന്ന് ചോദിക്കട്ടെ, നമ്മുടെ പിന്നെ ഈ ലോകത്തിൽ, ഈ രാജ്യത്ത് നമുക്കൊരു പ്രധാനമന്ത്രിയുണ്ട്. ആ പ്രധാനമന്ത്രിക്ക് കീഴിൽ ഒത്തിരി മന്ത്രിമാരുണ്ട്. ഓരോരുത്തർക്കും ഓരോ സ്ഥാനമാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അവരതിനെ നിയന്ത്രിച്ച് അവരുടെ ഏൽപ്പിച്ച ജോലി അവർ ഭംഗിയായിട്ട് കൊണ്ടുപോകുന്നുണ്ട്. നമ്മുടെ കേരളത്തിൽ നമുക്ക് മുഖ്യമന്ത്രി ഉള്ളതുപോലെ, നമ്മുടെ പഞ്ചായത്തിൽ നമുക്കൊരു പഞ്ചായത്ത് മെമ്പർ ഉള്ളതുപോലെ, അങ്ങനെ. അപ്പം ഇതിനൊക്കെ ഒരു അവകാശികൾ ഓരോ നേതാക്കന്മാരെ വെച്ചിട്ടില്ലേ? കർത്താവിനെ ഉണ്ടെന്നേ അങ്ങനെ. കർത്താവ് അങ്ങനെ ഓരോരുത്തർ തിരഞ്ഞെടുത്താൽ ഇതൊക്കെ ചെയ്യുന്നത്. നമ്മൾ വിധിക്കണ്ട ആരെയും. നമുക്ക് സ്വയം ഒരു നേതാവാകാൻ പറ്റിയല്ല. നമ്മളെ തിരഞ്ഞെടുത്ത് വിടുന്ന കർത്താവാണ്. അത് അറിഞ്ഞൊക്കെ വേണ്ടേ നമ്മൾ ഓരോരോ വാക്കുകൾ പറയാൻ? ഇതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ ഓരോരോ വാക്ക് ഓരോരുത്തർ വിധിക്കാനും പറയാനൊക്കെ പോകാനും. അർഹതയില്ലാത്ത ഒന്നും ആരും പറയാൻ പോകരുത്. കഴിയുന്നത് മിണ്ടാതിരിക്കാൻ പറ്റുമോ? അത് ഏറ്റവും വലിയൊരു നല്ല കാര്യമാണ്. നിനക്ക് നന്നാക്കാൻ ആരെങ്കിലും പറ്റുമോ? ഇല്ല. നിനക്ക് നന്നാക്കാൻ പറ്റാത്തപ്പോൾ നീ ആരും നശിപ്പിക്കാൻ പോകരുത്. രക്ഷിക്കുന്നവനെ രക്ഷിക്കാൻ അനുവാദമുള്ളൂ, അവകാശമുള്ളൂ. അല്ലാത്തവനതൊന്നുമില്ല. ഒരു ബൈബിളിൻ്റെ ഒരു ABCD ബൈബിളിൽ ആരെങ്കിലും ഒന്ന് ചോദിച്ചാൽ ഒരു അധ്യായം, ഏതെങ്കിലും ഒരു അധ്യായം ഏറ്റവും എളുപ്പമുള്ളത് ചോദിച്ചാൽ ഒന്നും വേണ്ട. നമ്മൾ എന്നും സന്ധ്യാപ്രാർത്ഥന ഉണ്ടല്ലോ വീട്ടിൽ. അപ്പം നമ്മൾ ഒരു വചനമെങ്കിലും വായിക്കാതിരിക്കില്ലല്ലോ, ബൈബിളൊന്നും വായിക്കാതിരിക്കില്ലല്ലോ. അത് നമ്മുടെ നമുക്ക് അറിവായ അന്ന് മുതലേ ഇന്ന് വരെ നമ്മളെ തുടർന്ന് കൊണ്ടിരുന്നല്ലേ. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഒരാൾ നമ്മളോട് ഒരു വചനം, ഒരു വാക്യം ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ മറുപടി പറയാൻ നമ്മളത് ബാധ്യസ്ഥരല്ലേ. നമ്മൾ പിന്നെ ക്രിസ്തുവിൻ്റെ മക്കളെന്ന് പറഞ്ഞാൽ എന്ത് യോഗ്യത നമുക്കുള്ളത്? ഒരു വാക്കിനെങ്കിലും നമ്മൾ മറുപടി പറയാൻ നമുക്ക് കഴിയണ്ടേ? അതുപോലും അറിയാത്ത നിങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരെ വിധിക്കാൻ പോകുന്നത്? അതുപോലെ നിങ്ങൾക്കറിയത്തില്ല, നമുക്കറിയത്തില്ല. നിങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ അറിയാവും എന്നല്ലേ അതിൻ്റെ അർത്ഥം. അല്ല, എനിക്കും ഉണ്ട് ചിലപ്പോഴൊക്കെ സംശയങ്ങൾ. എനിക്ക് ചിലപ്പോഴൊക്കെ ചില ചോദ്യങ്ങളൊക്കെ ആരെങ്കിലും ചോദിച്ചാൽ എനിക്കും അറിവില്ലാതെ പോകുന്നതൊക്കെ ഓർമ്മയിൽ കിട്ടില്ല. അത് വചനമല്ലേ, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ പതിയല്ലത്. പക്ഷെ ഇച്ചിരി ദൈവകൃപയൊക്കെ ഉള്ളവർക്കൊക്കെ അത് മനസ്സിൽ മനപ്പാടാക്കി വെക്കാനും പറ്റും. അപ്പം അങ്ങനെയുള്ള കാലഘട്ടത്തിലൊക്കെ ജീവിച്ചു വന്ന് നമ്മൾ, അങ്ങനെയുള്ള സമൂഹത്തിൽ ജീവിച്ചു വന്ന് നമ്മൾ, അങ്ങനെയുള്ള ജനങ്ങളുടെ ഇടയിൽ ജീവിക്കുന്ന നമ്മൾ, നമ്മുടെ കുടുംബത്തിൽ അങ്ങനെയുള്ളവരുള്ളപ്പോൾ നമ്മൾ എങ്ങനെയാണ് മറ്റുള്ളവർ വിധിക്കുന്നത്?
നമുക്ക് നമ്മുടെ കുടുംബമോ നമ്മുടെ സഹോദരങ്ങളെയോ അല്ലെങ്കിൽ മക്കളെയോ അല്ലെങ്കിൽ ഭർത്താക്കന്മാരെയോ ഭാര്യയോ കുഞ്ഞുങ്ങളോ അപ്പനെയോ അമ്മയോ ഒന്നും നമുക്ക് നന്നാക്കാനാവുന്നില്ല. ഒരു വാക്കുകൊണ്ട് പോലും അവരെ നേർവഴിക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല. ഇപ്പോഴത്തെ കാലഘട്ടത്തിന്റെ പ്രത്യേകത ഓർത്താൽ ഒട്ടും പറ്റില്ല. ഇപ്പോഴത്തെ പെൺപിള്ളേരും ആൺപിള്ളേരും എന്തെന്നാണ് കളിക്കുന്നതെന്ന്. അവരോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? ചിലപ്പോൾ എനിക്കൊരു കൊച്ചുങ്ങളൊക്കെ ചോദിക്കണം, മക്കളെ നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്രസ്സൊക്കെ കുറച്ച് ഭംഗിയായിട്ട് കൊണ്ടുപോയി ഇട്ട് നടന്ന് ഒരുങ്ങി നടക്കത്തില്ലേ? നിങ്ങൾക്ക് ഇപ്പോഴത്തെ കാലഘട്ടം ഇഷ്ടംപോലെ ഡ്രസ്സ് കിട്ടും. നമ്മൾ ആഗ്രഹിക്കുന്ന ഡ്രസ്സൊക്കെ നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നുണ്ട് ഇല്ലേ? നമ്മുടെ ശരീരഭാഗങ്ങളൊക്കെ ശരീരങ്ങളൊക്കെ ഒന്ന് മറച്ച് നടക്കത്തില്ലേ? നമ്മുടെ ശരീരം മറ്റുള്ളവരെ കണ്ണിനൊരു വിരുന്ന് ഒരുക്കുന്നത് നിങ്ങൾ എന്തിനാണ്? നമുക്ക് വൃത്തിക്ക് നടന്നാൽ നമുക്ക് അത്രയും നല്ലതല്ലേ? മറ്റുള്ളവരുടെ കണ്ണിന് കാഴ്ചയ്ക്കും കുളിർമയ്ക്കും അല്ല നമ്മുടെ ശരീരം പ്രദർശിപ്പിക്കേണ്ടത്. നമ്മുടെ ശരീരം നമ്മൾ ഭംഗിയായി കാത്ത് സൂക്ഷിച്ച് പൊതിഞ്ഞ് സംരക്ഷിച്ച് കൊണ്ടു നടക്കേണ്ടത് ഒന്നാണ്. അത് മറ്റുള്ളവരുടെ കണ്ണിന് കുളിർമ കാണാനല്ല, മറ്റുള്ളവർക്ക് നമ്മളൊരു കാഴ്ചവസ്തു ആകാനല്ല. അവരെ കണ്ണിന് നമ്മളൊരു വിരുന്നാവരുത്. കണ്ണിന് വിരുന്ന് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയാവോ? നമ്മുടെ ശരീരത്തെ അവർ ശരിക്കും ഉപയോഗിച്ചു കഴിഞ്ഞു എന്നതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ പോയാൽ, ഡ്രസ്സ് ഇങ്ങനെ ധരിച്ചാൽ, ഇങ്ങനെ നിങ്ങൾ ഉടുത്തൊരുങ്ങി നടന്നാൽ നിങ്ങളുടെ ശരീരത്തെ അവർ ശരിക്കും ആഘോഷമാക്കി കഴിഞ്ഞു എന്നർത്ഥം. മനസ്സിലായോ? ഇതിൻ്റെ ആവശ്യമുണ്ടോ നിങ്ങൾക്ക്? ഇതിൻ്റെ ആവശ്യമുണ്ടോ? അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതാണോ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലായോ? ശത്രുവാണ് മറുവശത്ത് നിൽക്കുന്നത്. അവൻ നിന്നെ ശരിക്കും കൈകാര്യം ചെയ്ത് കഴിഞ്ഞു എന്നർത്ഥം. കർത്താവ് പറയുന്നില്ലേ, സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നവൻ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു. സ്ത്രീയെ ആസക്തിയോടെ നോക്കാൻ നിന്റെ ശരീരത്തെ നീ പ്രദർശിപ്പിച്ചു കഴിഞ്ഞു. മനസ്സിലായോ? തുറന്നു പറയാണ് ഞാൻ. മനസ്സിലാകാത്തവർക്കാണ് ഞാൻ ഈ തുറന്നു പറയുന്നത്. കൈയില്ലാത്ത ബ്ലൗസും കൈയില്ലാത്ത ചുരിദാറും പള്ള വരെ കീറിയ ഓപ്പണും. ഇപ്പോൾ ഇപ്പോഴുന്ന പാൻറ്റിനൊന്നും ഇറക്കമില്ല. അത് നേരത്തെ ഈ കണങ്കാലിന് കുറച്ച് മുകളിലേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം മുട്ടിൻ്റെ ഇടം വരെ വന്നിരിക്കുന്നു. അതായത് നമ്മുടെ കാലിൻ്റെ മസിൽ ഭാഗം മുഴുവനും കാണാമെന്നർത്ഥം. എവിടെ എത്തി? നിങ്ങളുടെ പെമ്മക്കളൊക്കെ എവിടെ എത്തി? പറയ്. ഇതൊക്കെ എനിക്ക് ചിലപ്പോൾ തോന്നാറുണ്ട്, കുറേ ആൾക്കാർ കുറേ അമ്മമാരെ വിളിച്ചു കൂട്ടിയിട്ട് നല്ലൊരു ക്ലാസ് എടുത്താലൊന്നും ചിലപ്പോൾ അവരെന്നെ ചൂലും കൊണ്ട് അടിച്ചു കുടിക്കും. അതിലേക്ക് ഉറപ്പാണ്. നീ ഏത് കാലഘട്ടത്തിലാണ് ജീവിക്കുന്നത്? ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയൊക്കെ ജീവിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നീ ഏത് 19-ാം നൂറ്റാണ്ടിലോ 18-ാം നൂറ്റാണ്ടിലൊക്കെ നീ ജീവിക്കേണ്ടവളാ? നീ ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളുകയില്ല. ഈ കാലഘട്ടത്തിൽ ജീവിക്കാൻ കൊള്ളുകയില്ല എന്നോട് നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞ ആൾക്കാരുണ്ട്. മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളുടെ മക്കളുടെ ശരീരങ്ങൾ ഇപ്പോഴാണെങ്കിൽ 10, 12, 13 വയസ്സായി കഴിഞ്ഞ പിള്ളേർ നന്നായി വളർച്ചയെത്തിയ പിള്ളേരാണ്. നല്ല കൊഴുത്ത ശരീരം. കാരണം നല്ല ഭക്ഷണങ്ങളല്ലേ ഇപ്പോൾ കഴിക്കുന്നത്. ഒന്നിൻ്റെ കുറവില്ലല്ലോ. നല്ല ഭക്ഷണങ്ങളും ചക്കയും മാങ്ങയും തേങ്ങൊന്നും ആർക്കും വേണ്ട. അപ്പോൾ നല്ല ഭക്ഷണങ്ങൾ കഴിയുമ്പോൾ നല്ല കൊഴുത്ത് ഒരണ്ട് തടിച്ചിരിക്കുന്ന പെൺപിള്ളേർ 10, 13 വയസ്സൊക്കെ ആകുമ്പോൾ നല്ല ശരീരപുഷ്ടിയൊക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ കുട്ടികളാണ് ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത്. ജീൻസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ പുറവശം നോക്കി ഒറ്റ തൊഴി കൊടുക്കാൻ തോന്നും. ഞാൻ ഇന്നലെയും കൂടെ കണ്ടു ഒരെണ്ണത്തിന്, നല്ല തടിച്ച് വീർത്തിരിക്കുന്ന ഒരെണ്ണത്തിന്. വലിയ പ്രായമൊന്നുമില്ല, 10, 25 വയസ്സിന് താഴേ ഉള്ളൂ. ആ കുട്ടിയുടെ ശരീരഭാഗം നിങ്ങൾ നോർത്ത് വയ്ക്കേ. ഇനിയും പോയാൽ അതുപോലും കാണുകയെന്ന് എനിക്ക് തോന്നുന്നു. പേടിയായിട്ട് വയ്യ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കാൻ ഇട വരരുതേന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. പേടിച്ചിട്ടാണ് പറഞ്ഞു പോകുന്നത്. അതുങ്ങൾ ആരെങ്കിലും അപമാനിക്കുന്ന കാണുമ്പോൾ, അതുങ്ങൾ ആരെങ്കിലും കമൻ്റ് അടിക്കുന്ന കാണുമ്പോഴേ, ദൈവം ഇത് എൻ്റെ വീട്ടിലുള്ളതിനെ ഒന്നിനാണല്ലോ ഇങ്ങനെ ചെയ്യുന്നേ, ഇതെൻ്റെ ദൈവം എൻ്റെ കുടുംബത്തിലുള്ള ഒന്നാണല്ലോ ഇത് എന്നങ്ങ് ചോദിച്ചു പോകും. പക്ഷെ ആ കുട്ടിയോട് നമുക്ക് ചോദിക്കാൻ പറ്റുമോ? ചേച്ചിക്ക് എന്നാ ഇത് ഞങ്ങളുടെ ഇഷ്ടമാണ്? പിന്നെ എന്ത് മറുപടി പറയും? അപ്പോൾ ഞാൻ ആരോടും ഒന്നും പറയാനില്ല. എനിക്കിതെൻ്റെ സങ്കടം ഞാനങ്ങ് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഏതായാലും എൻ്റെ വീട്ടിൽ എൻ്റെ സഹോദരങ്ങൾക്കൊക്കെ ഇങ്ങനത്തെ മക്കളുണ്ട്. അവരാരും ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടതായിട്ട് ഞാൻ കണ്ടില്ല. അതെൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. പക്ഷേ എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഇങ്ങനെ ഇട്ട് നടക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കുറച്ചൊക്കെ രീതിയിൽ ഞാൻ പറയേണ്ടത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ക്രിസ്ത്യാനികൾ തന്നെ. അപ്പോൾ അവർ പറയുന്നത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പിള്ളേരുടെ ഇഷ്ടമല്ലേന്നേ, നടക്കട്ടേന്നേ. പിന്നെ ആരാ ഇപ്പോൾ മൂടി പൊതച്ചൊക്കെ നടക്കുന്നേ? അതുങ്ങളും കുറച്ച് അടിച്ചു പൊളിച്ചൊക്കെ ജീവിക്കട്ടെ. ഇതൊക്കെ പിന്നെ എപ്പോഴാ? ഓക്കെ. പിന്നെ മറുപടി ഇല്ലല്ലോ നമുക്ക്. ഉണ്ടോ? പിന്നെ നമ്മൾ സിനിമയിലും സീരിയൽകാരെയൊക്കെ നമ്മൾ പറയേണ്ട വല്ല ആവശ്യമുണ്ട്. പിന്നെ അവർ ഭേദമാണ് നിങ്ങളെക്കാളും. അതെ, നിങ്ങളെക്കാളും അവർ ഭേദമാണ്.
അവരൊക്കെ ജീവിക്കാൻ വേണ്ടി വേഷം കെട്ടുമ്പോൾ ഇങ്ങനത്തെ കിടന്നോളെന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാത്തപ്പോൾ അവർ വൃത്തിക്ക് നടക്കുന്നത്. പിന്നെ കുറച്ച് ഓവർ മേക്കപ്പ് ഉണ്ടെന്നേ ഉള്ളൂ. ഞാൻ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. അവനവനെ സംരക്ഷിക്കാൻ വേണ്ടി പറയുന്ന. അവനവനെ സംരക്ഷിച്ചാൽ അവനവന് കൊള്ളാം. നീ നന്നായാൽ നിനക്ക, എനിക്കൊന്നുമില്ല. നീ നല്ലൊരു കുട്ടിയാണെന്ന് പറഞ്ഞു കേട്ടാൽ അത് നിനക്കാ അതിൻ്റെ അഭിമാനം. എനിക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. പണ്ടത്തെ കാലത്ത്, പണ്ടത്തല്ല, ഇപ്പോൾ കുറച്ച് കാലമൊക്കെ മുമ്പ് നേരത്തെയൊക്കെ ഈ ലിപ്റ്റിക്കൊക്കെ ഇവിടെയൊക്കെ ചുമന്ന് തേച്ച് ചുമപ്പിച്ചുകൊണ്ട് വരുന്നത് നമ്മുടെ ഇടയിലൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നമ്മുടെ ഇടയിൽ, സാധാരണക്കാരുടെ ഇടയിൽ പോലും അതുണ്ട്. എന്തിനാണ് ഈ വിലയ്ക്ക് വാങ്ങിയ സൗന്ദര്യം? നിനക്ക് എന്തിനാണ്? നിനക്കല്ലാത്ത സൗന്ദര്യം ഇല്ലേ? കർത്താവ് തന്ന സൗന്ദര്യം നിനക്കില്ലേ? അതുകൊണ്ട് ചായയൊക്കെ തേച്ച് പിടിപ്പിച്ച്